Hi all, welcome to Study with PSC 10th Prelims Previous Year Maths Questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.01 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.0001 കിട്ടും? സൊല്യൂഷൻ സംഖ്യനെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ 0.01 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0.0001. Therefore സംഖ്യ എക്സ് ഈസ് ഈക്വൽ ടു 0.0001 divided by 0.01 equal to 0.0001 into 10,000 divided by 0.01 into 10,000. അപ്പോൾ ഇത് 1 divided by 100. 1 by 100 is equal to 0.01. ആൻസർ ഓപ്ഷൻ സി. ഈ ഡെസിമൽ നമ്പറിന്റെ ഡിവിഷൻ ചെയ്യാൻ വേറൊരു മെത്തേഡും കൂടെ പറഞ്ഞുതരാം. അതിതാണ്, ഡെസിമൽ പോയിന്റിന് ശേഷം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള അക്കങ്ങളുടെ എണ്ണം നോക്കുക. അത് സെയിം ആണെങ്കിൽ ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ ആ സംഖ്യ ഡിവൈഡ് ചെയ്ത് എടുത്താൽ മതി. ഇപ്പൊ സപ്പോസ് 0.25 divided by 0.05. അപ്പൊ ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം ന്യൂമറേറ്ററിലും 2 ആണ്, ഡിനോമിനേറ്ററിലും 2 ആണ്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡെസിമൽ പോയിന്റ് അങ്ങ് കൺസിഡർ ചെയ്യണ്ട, ഈ സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇവിടെ 25/5 5 ഉത്തരം. ഇവിടെ ആണെങ്കിൽ 0.0001 divided by 0.01. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ന്യൂമറേറ്ററിലാണെങ്കിൽ 4 വരും ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം, ഡിനോമിനേറ്ററിലാണെങ്കിൽ 1, 2. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഈ സംഖ്യകൾ ഡിവൈഡ് ചെയ്തെടുക്കുക. അപ്പൊ ഇവിടെ 1 by 1 വരും. എന്നിട്ട് ചെയ്യേണ്ടത് ഈ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണത്തിൽ എവിടെയാണ് കുറവ് വന്നിരിക്കുന്നത് നോക്കുക. ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ എന്ന്, എത്ര അക്കത്തിന്റെ കുറവാണെന്ന് നോക്കുക. അവിടെ ഒരക്കത്തിന്റെ കുറവാണെങ്കിൽ 10 കൊണ്ട് ഗുണിക്കണം, 2 അക്കത്തിന്റെ കുറവാണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം, 3 അക്കത്തിന്റെ കുറവാണെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കണം. അതങ്ങനെയാ പോകുന്നത്. അപ്പൊ ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം ന്യൂമറേറ്ററിൽ 4ഉം ഡിനോമിനേറ്ററിൽ 2ഉം ആണ്. അപ്പം ഡിനോമിനേറ്ററിൽ ഒരു ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണത്തിൽ ഒരു 2 എണ്ണത്തിന്റെ കുറവുണ്ട്. അപ്പൊ ചെയ്യേണ്ടത് 100 കൊണ്ട് ഗുണിക്കണം, എവിടെയാണ് കുറവുള്ളത് അവിടെ. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിലാണ് കുറവ്, 2 അക്കത്തിന്റെ കുറവാണ്. അപ്പം ഡിനോമിനേറ്ററിൽ 100 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇത് 1 by 100 എന്ന് വരും. 1 by 100 is equal to 0.01. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വരിയിൽ 50 സെന്റിമീറ്റർ അകലത്തിൽ ചെടികൾ നട്ടു. ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം എത്ര? സൊല്യൂഷൻ ഒരു വരിയിൽ 50 സെന്റിമീറ്റർ അകലത്തിൽ ചെടികൾ നട്ടു. ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ചെടിയും 2ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം 50 സെന്റിമീറ്റർ ആയിരിക്കും. 2ാമത്തെ ചെടിയും 3ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം 50 സെന്റിമീറ്റർ ആയിരിക്കും. ഇങ്ങനെ 11 ചെടി ആകുമ്പോൾ എത്ര സെന്റിമീറ്റർ അകലം വരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഗ്യാപ്പ് കണ്ടോ, ഇങ്ങനെയുള്ള ഈ ഓരോ ഗ്യാപ്പിലും 50 സെന്റിമീറ്ററിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ 1 മുതൽ 2 വരെയുള്ള ഗ്യാപ്പ് 1 ആണ്, 1 മുതൽ 3 വരെയുള്ള ഗ്യാപ്പ് 2 ആണ്. 1 മുതൽ 4 വരെയുള്ള ഗ്യാപ്പ് ആണെങ്കിൽ 3 ഗ്യാപ്പ് വരും. അതായത് 2 - 1 ഇവിടെ ആണെങ്കിൽ 1 ഗ്യാപ്പ്, 3 ആണെങ്കിൽ 3 - 1 2 ഗ്യാപ്പ്, 4 ആണെങ്കിൽ 4 - 1 3 ഗ്യാപ്പ് വരും. അപ്പൊ ഇവിടെ 1 മുതൽ 11 വരെയുള്ള ചെടികൾ ഉണ്ടെങ്കിൽ ഗ്യാപ്പിന്റെ എണ്ണം 11 - 1 ആയിരിക്കും. 10 ഗ്യാപ്പ് വരും. ഓരോ ഗ്യാപ്പിലും 50 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ ഇവിടെ 1 മുതൽ 11 വരെയുള്ള ചെടികളുടെ അകലം 10 × 50 500 സെന്റിമീറ്റർ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 28 × 25 തുല്യമായത് ഏത്? സൊല്യൂഷൻ 28 × 25. ഒരു സംഖ്യേനെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ആ സംഖ്യേനെ 100 കൊണ്ട് ഗുണിച്ചിട്ട്
4 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 100/4 = 25 ആണല്ലോ. അപ്പൊ ഈ ഓർത്ത് വെക്കാൻ ഒരു ക്ലൂവും കൂടെ പറഞ്ഞുതരാം. തന്നിരിക്കുന്ന സംഖ്യയുടെ കൂടെ 2 0 ഇട്ടിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ. അപ്പൊ ഇവിടെ 28 × 25 ആണ്. അപ്പൊ 28ന്റെ കൂടെ 2 0 ഇടുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇത് 4 7 28, 700. അപ്പൊ 100 × 7 700 ആണ് വരേണ്ടത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതിന് തുല്യമായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്. ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 11 ആയി. ടീച്ചറുടെ വയസ്സ് എത്രയാണ്? സൊല്യൂഷൻ. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്. ടീച്ചറേയും കൂടെ ചേർത്തപ്പോൾ 40 എന്നുള്ളത് 41 പേരായി. അപ്പൊ ശരാശരി 11 ആയി. അപ്പൊ ഇവിടെ ആളും ഒന്നുകൂടി ശരാശരിയും ഒന്നുകൂടി. ഇങ്ങനെ വരുന്ന കേസിൽ ഒരു ട്രിക്ക് ഉണ്ട്. ശരാശരിയും ആളും 1 വീതമാണ് കൂടുന്നതെങ്കിൽ പുതുതായി ചേർന്ന ആളുടെ വയസ്സ് ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം പ്ലസ് ആദ്യത്തെ ശരാശരി പ്ലസ് 1 ആയിരിക്കും. അപ്പൊ ഇവിടെ ടീച്ചറുടെ വയസ്സ് ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 40, ആദ്യം ഉണ്ടായിരുന്ന ശരാശരി 10 പ്ലസ് 1, 40ഉം 10ഉം 51, 51 വയസ്സ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, 10.89ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? സൊല്യൂഷൻ. ഇതൊരു ഡെസിമൽ നമ്പർ ആണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഡെസിമൽ ഇല്ലാതെ ഈ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ 1089ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ്, ആദ്യം ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 2 അക്കം മാറ്റി ഈ സംഖ്യനെ 2 പാർട്ടാക്കണം. അപ്പൊ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 2 അക്കം മാറ്റി 2 പാർട്ടായി. ഇത് ഫസ്റ്റ് പാർട്ട് എടുക്കുക, ഇത് സെക്കൻഡ് പാർട്ട് എടുക്കുക. ഫസ്റ്റ് പാർട്ടിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഫസ്റ്റ് പാർട്ടിന്റെ സ്ക്വയർ റൂട്ട് 10ന്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റത്തില്ല. 10 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ 10ൽ മാക്സിമം അടങ്ങുന്ന സ്ക്വയർ റൂട്ട് വേണം എടുക്കാനായിട്ട്. അപ്പൊ 10ന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 9 ആണ്. 9ന്റെ സ്ക്വയർ റൂട്ട് 3 വരും. ഇനി ഒറ്റയുടെ സ്ഥാനത്തെ അക്കവും കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാനായിട്ട് സ്ക്വയറിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 5 ആണെങ്കിൽ സ്ക്വയർ റൂട്ടിൽ അത് തന്നെ വരത്തുള്ളൂ. അതായത് സ്ക്വയറിൽ 0 ആണെങ്കിൽ സ്ക്വയർ റൂട്ടിൽ 0 ആയിരിക്കും. സ്ക്വയറിൽ 5 ആണെങ്കിൽ സ്ക്വയർ റൂട്ടിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 ആയിരിക്കും. അപ്പൊ ഇവിടെ അല്ലാത്ത സംഖ്യകളിൽ വ്യത്യാസം വരും. ഇവിടെ 9 വന്നിരിക്കുന്നത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. 9 വരണമെങ്കിൽ 3 7 ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. അതായത് 3 × 3 9, 7 × 7 49 ആണല്ലോ. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വരണമെങ്കിൽ 9 വരണമെങ്കിൽ 3 7 ആയിരിക്കണം സ്ക്വയർ റൂട്ടിൽ വരേണ്ടത്. അതേതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഈ സംഖ്യ എടുത്തല്ലോ, ഈ സ്ക്വയർ റൂട്ട് എടുത്തല്ലോ, ഇതിനെ തൊട്ടടുത്തുള്ള വലിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ 3 × 4 12 എന്ന് വരും. എന്നിട്ട് ഈ ഫസ്റ്റ് പാർട്ടിനെ ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യണം. ലെസ് ആണോ ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ എന്ന്. ഈ ഫസ്റ്റ് പാർട്ട് ഇതിനേക്കാളും ലെസ് ആണെങ്കിൽ ഇതിലെ ചെറിയ സംഖ്യ വരും. ഈ ഫസ്റ്റ് പാർട്ട് ഇതിനേക്കാളും ഗ്രേറ്ററോ ഈക്വലോ ആണെങ്കിൽ ഇതിലെ വലിയ സംഖ്യ വരും. അപ്പൊ ഇവിടെ 10ഉം 12ഉം ആണ്. ഫസ്റ്റ് പാർട്ടിലുള്ളത് 10 ആണ്, ഇത് 12 ആണ്. 10 ലെസ് ദാൻ 12 ആണ്. ലെസ് ആണെങ്കിൽ ചെറിയ സംഖ്യ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇത് 1089ന്റെ സ്ക്വയർ റൂട്ട് 33 വരും. ഇനി ചെയ്യേണ്ടത് സ്ക്വയറിൽ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണത്തിന് പകുതിയായിരിക്കും സ്ക്വയർ റൂട്ടിലെ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം. അപ്പൊ ഇവിടെ സ്ക്വയറിലുള്ള ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം 1 2 ആണ്. അപ്പൊ 2ന്റെ പകുതി 1 ആയിരിക്കും സ്ക്വയർ റൂട്ടിലെ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം. അപ്പൊ ഇത് 3.3 ആയിരിക്കും ഇതിന്റെ സ്ക്വയർ റൂട്ട്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പാത്രത്തിൽ 4/3 ഭാഗം വെള്ളമെടുത്തപ്പോൾ 1.5 ലിറ്റർ ആയി. പാത്രത്തിൽ നിറയെ വെള്ളമെടുത്താൽ എത്ര ലിറ്റർ ആകും? സൊല്യൂഷൻ. അപ്പൊ ഇവിടെ ആകെയുള്ള വെള്ളം അതിനെ എക്സ് ആയിട്ട് എടുക്കാം. ടോട്ടൽ ടി ഈസ് ഈക്വൽ ടു എക്സ്. എക്സിന്റെ 4/3 ഭാഗം വെള്ളമാണ് 1.5 ലിറ്റർ. അപ്പൊ ഇത് എക്സ് × 4/3 ഈസ് ഈക്വൽ ടു 1.5. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 1.5 ഡിവൈഡഡ് ബൈ 4/3. 1.5
2 1 2 1 3 ഡിവൈഡഡ് ബൈ 4/3 ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 4/3 12/6 ഈസ് ഈക്വൽ ടു 2 ലിറ്റർ വെള്ളം. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ 36, 50, 75 എന്നീ സംഖ്യകളുടെ LCM എത്ര? സൊല്യൂഷൻ 36, 50, 75. ഇതിന്റെ ലസാഗു കണ്ടുപിടിക്കാം. ഇവിടെ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പൊ 2 18 36, 2 25 50. അടുത്തത് ഇനി 3 കൊണ്ട് ചെയ്യാം. അപ്പൊ 3 6 18, 3 25 75. ഇനി 5 കൊണ്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 5 കൊണ്ടാവുമ്പോൾ 5 5 25, 5 5 25. ഇനിയും 5 കൊണ്ട് ചെയ്യാം. ഇനി ഈ സംഖ്യകൾ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. അതായിരിക്കും ലസാഗു. LCM ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 1 ഇൻറ്റു 1. അപ്പൊ ഇത് 2 3 6, 6 5 30, 30 ഇൻറ്റു 5 150, 150 6 900, 900 ഇൻറ്റു 1 900. LCM 900 ആണ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 25,000 രൂപയ്ക്ക് വാങ്ങിയ അലമാര 23,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം? സൊല്യൂഷൻ നഷ്ടശതമാനം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില, സെല്ലിംഗ് പ്രൈസ് വിറ്റ വില. അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് 25,000 രൂപ, സെല്ലിംഗ് പ്രൈസ് 23,000 രൂപ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നഷ്ടശതമാനം ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 25,000 മൈനസ് 23,000 ഡിവൈഡഡ് ബൈ 25,000 ഇൻറ്റു 100. 25,000 മൈനസ് 23,000 2000 ഡിവൈഡഡ് ബൈ 25,000 ഇൻറ്റു 100. 8% നഷ്ടം. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ 1 മുതൽ തുടർച്ചയായ 25 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? സൊല്യൂഷൻ 1 മുതലുള്ള n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല സം എസ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ ആണ്. n ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ്. അപ്പൊ ഇവിടെ 1 മുതൽ തുടർച്ചയായ 25 ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ n 25 ആണ്. അപ്പൊ സം ഈസ് ഈക്വൽ ടു 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു 625 ആണ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ ഒരു തീവണ്ടി 54 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. 3 മിനിറ്റ് കൊണ്ട് ഈ തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കും? സൊല്യൂഷൻ ദൂരം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഡിസ്റ്റൻസ് d ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് 54 കിലോമീറ്റർ പെർ അവർ, ടൈം 3 മിനിറ്റ്. ദൂരം കണ്ടുപിടിക്കേണ്ടത് മീറ്ററിലാണ്. അതുകൊണ്ട് സ്പീഡിനെ കിലോമീറ്റർ പെർ അവറിൽ നിന്ന് മീറ്റർ പെർ മിനിറ്റിലോട്ട് മാറ്റണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ മിനിറ്റിലോട്ട് മാറ്റാനായിട്ട് 50/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ സ്പീഡ് s ഈസ് ഈക്വൽ ടു 54 ഇൻറ്റു 50/3 ഈസ് ഈക്വൽ ടു 900 മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിസ്റ്റൻസ് d ഈസ് ഈക്വൽ ടു 900 ഇൻറ്റു 3 2700 മീറ്റർ ആണ് ദൂരം. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 50 ആളുകൾ വരിയായി നിൽക്കുന്നു. ഇതിൽ ഒരറ്റത്ത് നിന്ന് 25ാമത്തെ സ്ഥാനത്താണ് രാജേഷ് നിൽക്കുന്നത്. മറ്റേ അറ്റത്ത് നിന്ന് രാജേഷ് എത്രാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്? സൊല്യൂഷൻ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് ഈ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക, അതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പൊ അതൊരു ഫോർമുല ആയിട്ട് പറയുമ്പം
രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് എമ്മും എന്നും ആയിട്ട് എടുത്താൽ ടോട്ടൽ ടി ഇസ് ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് 1. അപ്പൊ ഇവിടെ ടോട്ടലും തന്നിട്ടുണ്ട്, ഒരു പൊസിഷനും തന്നിട്ടുണ്ട്, മറ്റേ പൊസിഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടെ ടോട്ടല് 50, ഒരു പൊസിഷൻ എം ഇസ് ഈക്വൽ ടു 25, മറ്റേ പൊസിഷൻ എൻ കണ്ടുപിടിക്കണം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി 50 എം 25 പ്ലസ് എൻ മൈനസ് 1. അപ്പൊ ഇത് 50 ഇസ് ഈക്വൽ ടു 25 മൈനസ് 1 24 പ്ലസ് എൻ. അപ്പം എൻ ഇസ് ഈക്വൽ ടു 50 മൈനസ് 24 26. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ 2, 3, 5, 9 ഇവയിലെ ഒറ്റയാനെ കണ്ടെത്തുക. സൊല്യൂഷൻ 2, 3, 5 ഇത് മൂന്നും അഭാജ്യ സംഖ്യകളാണ്. 9 ഒരു ഭാജ്യ സംഖ്യയാണ്. അപ്പൊ ഇവിടുത്തെ ഒറ്റയാൻ 9 ആണ്. ആൻസർ ഓപ്ഷൻ ഡി 9. അടുത്ത ക്വസ്റ്റ്യൻ 2, 4, 7, 14, 17, 34, 37-77 ഇവിടെ വിട്ടുപോയ സംഖ്യയേക്ക്. സൊല്യൂഷൻ. ഈ സീരീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ 2, 4 2 ഇൻറ്റു 2 4. അടുത്തത് 7, 14 7 ഇൻറ്റു 2 14. 17, 34 17 ഇൻറ്റു 2 34. അപ്പൊ ഇതോ 37 ഇൻറ്റു 2 ആയിരിക്കും. 37 ഇൻറ്റു 2 74 ആണ് ആൻസർ ഓപ്ഷൻ ബി. ഇനി അടുത്തത് വരേണ്ടത് ഈ 77 ഇൻറ്റു 2 ആയിരിക്കും ഇനി ഇവിടെ വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ റെക്ടാങ്കിൾ എന്ന വാക്കിന് എസ് എഫ് ഡി യു ഡി ഒ എച്ച് എം എഫ് എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ യു എസ് ജെ ബി ഒ എച്ച് എം എഫ് എന്നത് സൂചിപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് വാക്കിനെയാണ്? സൊല്യൂഷൻ. റെക്ടാങ്കിളിനെ കോഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് കോഡാണ്. ഈ കോഡിനെ സൂചിപ്പിക്കുന്ന വാക്ക് ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇതെങ്ങനെയാന്ന് നോക്കാം. ആർ എസ് ആർ പ്ലസ് 1 എസ് ഇ എഫ് ഇ പ്ലസ് 1 എഫ് സി ഡി സി പ്ലസ് 1 ഡി ടി യു ടി പ്ലസ് 1 യു എ ബി എ പ്ലസ് 1 ബി എൻ ഒ എൻ പ്ലസ് 1 ഒ ജി എച്ച് ജി പ്ലസ് 1 എച്ച് എൽ എം എൽ പ്ലസ് 1 എം ഇ എഫ് ഇ പ്ലസ് 1 എഫ്. അപ്പൊ ഈ കോഡ് വന്നിരിക്കുന്നത് ഈ വേർഡിന്റെ കൂടെ ഒന്ന് കൂട്ടിയപ്പോഴാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് കോഡാണ്. വേർഡ് കണ്ടുപിടിക്കാനായിട്ട് ഈ കോഡിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ യു മൈനസ് 1 ടി എസ് മൈനസ് 1 ആർ ജെ മൈനസ് 1 ഐ ബി മൈനസ് 1 എ ഒ മൈനസ് 1 എൻ എച്ച് മൈനസ് 1 ജി എം മൈനസ് 1 എൽ എഫ് മൈനസ് 1 ഇ. അപ്പൊ ഈ വാക്ക് ട്രയാങ്കിൾ. ആൻസർ ഓപ്ഷൻ സി ട്രയാങ്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ ഗിത്താർ ഈസ് ഈക്വൽ ടു 76 ആയാൽ സിത്താർ ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇത് വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ പൊസിഷൻസ് ആഡ് ചെയ്തിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ പൊസിഷൻ അറിയാനായിട്ടൊരു കോഡുണ്ട്. ഇജോറ്റി 5 10 15 20 25. ഈ അഞ്ചാമത് ജെ 10 ഒ 15 ടി 20 വൈ 25. ഇങ്ങനെയാണ് പൊസിഷൻ വരുന്നത്. അപ്പൊ ഇവിടെ ജി 7 യു 21 ഐ 9 ടി 20 എ 1 ആർ 18. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 7 21 28 28 9 37 37 20 57 57 1 58 58 18 76. അപ്പൊ ഇവിടെ പൊസിഷൻസ് ആഡ് ചെയ്താണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ സിത്താർ നോക്കാം. എസിന്റെ പൊസിഷൻ 19 ഐ 9 ടി 20 എ 1 ആർ 18. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം.
19 9 28, 28 20 48, 48 1 49, 49 18, 67, 67 ആണ് സിത്താറ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ വീട്ടിൽ നിന്ന് 400 മീറ്റർ കിഴക്കോട്ടും 800 മീറ്റർ വടക്കോട്ടും 600 മീറ്റർ പടിഞ്ഞാറോട്ടും 800 മീറ്റർ തെക്കോട്ടും സഞ്ചരിച്ചാൽ വീട്ടിൽ നിന്നും എത്ര മീറ്റർ അകലെയാണ്? സൊല്യൂഷൻ. ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലം ആണ്. അപ്പൊ ആദ്യം ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്, ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. അപ്പൊ ഇവിടെ ഒരാൾ വീട്ടിൽ നിന്ന് 400 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ ഈ പോയിന്റ് വീടാണെങ്കിൽ 400 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ ഇങ്ങനെ ഈസ്റ്റിലോട്ട്. 800 മീറ്റർ വടക്കോട്ട്, ഇവിടുന്ന് 800 മീറ്റർ നോർത്തിലോട്ട് പോയി. അപ്പൊ ഇങ്ങനെ മുകളിലോട്ട് പോകണം. അറുന്നൂറ് മീറ്റർ പടിഞ്ഞാറോട്ട്, ഇവിടുന്ന് 600 മീറ്റർ പടിഞ്ഞാറോട്ട്, അതായത് വെസ്റ്റിലോട്ട്. ഇങ്ങനെ ഇങ്ങോട്ട് വരണം. എണ്ണൂറ് മീറ്റർ തെക്കോട്ട്, ഇവിടുന്ന് 800 മീറ്റർ തെക്കോട്ട്. അപ്പൊ സൗത്തിലോട്ട് വരണം. വീട്ടിൽ നിന്നും എത്ര മീറ്റർ അകലെയാണ്? അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുന്ന് പോന്ന് ഇവിടെ എത്തി. അപ്പൊ ഈ ദൂരാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ദൂരത്തിൽ നിന്ന് 400 കുറച്ചാൽ ഈ ദൂരം കിട്ടും. അപ്പൊ ഈ ദൂരം, ഇത് ഇത്രയും ദൂരം എന്ന് പറയുന്നത് 600 വരും. അതായത് ഈ ദൂരവും സെയിം ആണ്. ഇത് രണ്ടും 800 ആണ്. അപ്പം ഈ ദൂരവും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ 600 ആണെങ്കിൽ ഇത് ഇത്രയും ദൂരം 600 ആയിരിക്കും. അപ്പം 600 മൈനസ് 400, ഈ ദൂരം 200 മീറ്റർ ആണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഡിവിഷൻ ഈസ് ഈക്വൽ ടു പ്ലസ്, പ്ലസ് ഈസ് ഈക്വൽ ടു ഇൻറ്റു ഈസ് ഈക്വൽ ടു മൈനസ്, മൈനസ് ഈസ് ഈക്വൽ ടു ഡിവിഷൻ എന്നിങ്ങനെ ആയാൽ 60/7 പ്ലസ് 6 ഇൻറ്റു 10 മൈനസ് 5 എത്ര? സൊല്യൂഷൻ. ഇവിടെ തന്നിരിക്കുന്ന പോലെ സൈൻ ആദ്യം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഡിവിഷൻ പ്ലസ്, പ്ലസ് ഇൻറ്റു, ഇൻറ്റു മൈനസ്, മൈനസ് ഡിവിഷൻ. അപ്പൊ ഇതിങ്ങനെ വരും 60 പ്ലസ് 7 ഇൻറ്റു 6 മൈനസ് 10/5. ഇനി ഇത് സോൾവ് ചെയ്യാം. കാൽക്കുലേഷൻസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത് ബോട്ട്മാസ് റൂൾ വെച്ചിട്ടാണ്. ബോട്ട്മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിൽ വേണം. അപ്പൊ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. 10/5 2. പിന്നെ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ 7 ഇൻറ്റു 6 42. അപ്പൊ ഇത് 60 പ്ലസ് 42 മൈനസ് 2. അപ്പൊ ഇനി ചെയ്യേണ്ടത് അഡീഷൻ ആണ്. 60 പ്ലസ് 42 102. ഇനി ചെയ്യേണ്ടത് സബ്ട്രാക്ഷൻ 102 മൈനസ് 2 100. 100 ആണ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. 20 വർഷത്തിന് ശേഷം അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ ഇരട്ടിയായാൽ ഇപ്പോൾ അമ്മയുടെ പ്രായം എത്ര? സൊല്യൂഷൻ. ഈ ടൈപ്പ് പ്രോബ്ലത്തിലെ പ്രായം കുറഞ്ഞ ആളുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് y1 ഇൻറ്റു t1 മൈനസ് 1 ഡിവൈഡഡ് ബൈ t1 മൈനസ് t2. ഇവിടെ y ഇയർ വർഷം, t മടങ്ങാണ്. അപ്പം ഇവിടെ അമ്മയും മകളുമാണ്. അപ്പൊ ഇവിടുത്തെ പ്രായം കുറഞ്ഞ ആള് മകളാണ്. മകളുടെ ഇപ്പോഴത്തെ വയസ്സാണ് ഈ ഫോർമുലയിലൂടെ കിട്ടുന്നത്. അപ്പൊ ഇവിടെ y1 20, y1 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് t1.
അപ്പൊ T1 20 വർഷത്തിന് ശേഷം അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ ഇരട്ടി. അപ്പൊ T1 2. T2 അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. അപ്പൊ T2 4. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് ഡോട്ടേഴ്സ് ഏജ് ഈസ് ഈക്വൽ ടു Y1 20 T1 minus 1 2 minus 1 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2. ഇത് ടൈംസിന്റെ ഡിഫറൻസ് ആണ്, മടങ്ങുകളുടെ വ്യത്യാസം. അപ്പം 2 മൈനസ് 4 നെഗറ്റീവ് വരുന്നൊന്നും ആരും ചിന്തിക്കേണ്ട. 4 മൈനസ് 2 ടൈംസിന്റെ ഡിഫറൻസ് അങ്ങോട്ട് എടുക്കുക. ഇത് ഏജ് പ്രോബ്ലം അല്ലേ, അപ്പൊ നെഗറ്റീവ് ഒന്നും വരത്തില്ല. അപ്പൊ ഇവിടെ 20 ഇൻറ്റു 2 മൈനസ് 1 1 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 2. അപ്പൊ 20/2 10 10 ഇൻറ്റു 1 10 വയസ്സാണ് മകൾക്ക് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. അപ്പൊ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് മകളുടെ പ്രായത്തിന്റെ 4 മടങ്ങ്, അതായത് 10 ഇൻറ്റു 4 40 വയസ്സാണ് അമ്മയ്ക്ക് ഇപ്പോൾ ഉള്ളത്. ആൻസർ ഓപ്ഷൻ ബി. ഇതൊരു 3 രീതിയിൽ എനിക്ക് ചെയ്യാൻ അറിയാം. അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഫോർമുലയുള്ള മെത്തേഡാണ്. എനിക്കിതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്റെ ഒരു മെത്തേഡ് ഉണ്ട്. പിന്നെ ഇത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ പ്രോപ്പർ മെത്തേഡിൽ ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ബന്ധപ്പെട്ട പദജോടി എടുത്തെഴുതുക. ന്യൂമോണിയ ശ്വാസകോശം, ഗ്ലോക്കോമ ഡാഷ്. സൊല്യൂഷൻ, ന്യൂമോണിയ ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്, അതുപോലെ ഗ്ലോക്കോമ ബാധിക്കുന്ന അവയവം കണ്ണാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി, കണ്ണുകളാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോട്ടോയിലുള്ള പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാലതി പറഞ്ഞു, അയാളുടെ ഭാര്യ എന്റെ അച്ഛന്റെ ഒരേ ഒരു മകളാണ്. മാലതിക്ക് അയാളുമായുള്ള ബന്ധം എന്ത്? സൊല്യൂഷൻ, ഇതൊരു ഫാമിലി റിലേഷൻ പ്രോബ്ലം ആണ്. അപ്പൊ ഇത് ഫിഗർ വരച്ചും കണ്ടുപിടിക്കാം, പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ മനസ്സിലാവുമെങ്കിൽ അങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പൊ ഇതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റാ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മാലതി ഫോട്ടോയിലുള്ള ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അയാളുടെ ഭാര്യ എന്റെ അച്ഛന്റെ ഒരേ ഒരു മകളാണ്. അയാളുടെ ഭാര്യ എന്ന് വെച്ചാൽ എന്റെ അച്ഛന്റെ ഒരേ ഒരു മകള്. എന്റെ അച്ഛന്റെ ഒരേ ഒരു മകൾ ആരായിരിക്കും? ഞാനായിരിക്കും. അതിവിടെ ആരാ? മാലതിയാണ്. അപ്പൊ അയാളുടെ ഭാര്യയാണ് എന്റെ അച്ഛന്റെ ഒരേ ഒരു മകള്. അപ്പൊ അയാൾ ആരായിരിക്കും? മാലതിയുടെ ഭർത്താവായിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി, ഭർത്താവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.